നമുക്ക് ഗുരുവായൂർ പോയ ബാക്കി കഥ കേൾക്കണ്ടേ? അങ്ങനെ നേരെ ചെന്ന് റൂമിൽ കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ രാവിലെ എണീറ്റ് ഞങ്ങൾ ഒരുങ്ങി. പിന്നെ ഞങ്ങൾക്ക് വാവയ്ക്ക് ചോറ് കൊടുക്കാണ്ട് നമ്മളെ വാവ ഒരുക്കണ്ടേ. ചോറ് കൊടുക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഫോൺ അലോഡ് അല്ലാത്തതുകൊണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ അമ്പലത്തിന്റെ അകത്ത് കയറി ഗുരുവായൂരപ്പനെയും കണ്ട് നമ്മൾ തൊഴുതിറങ്ങി. പിന്നെ മെയിൻ പരിപാടി നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാനാണല്ലോ. അങ്ങനെ നേരെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ വാവയുടെയും കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടെ ഓരോ കടകളിൽ കയറി ഇറങ്ങുമായിരുന്നു ജോലി. പിന്നെ ഗുരുവായൂർ വന്നിട്ട് ഗുരുവായൂർ പപ്പടം വാങ്ങാതെ പോയാലോ, അങ്ങനെ പപ്പടവും വാങ്ങി ഞങ്ങൾ നേരെ ഡ്രസ്സ് മാറ്റാനായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ നേരെ കഴിക്കാനാണ് പോയത്. കഴിക്കാനും അവിടെ ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് അകത്ത് കയറ്റാൻ പറ്റില്ല. ക്യൂവിൽ നിൽക്കുന്ന വീഡിയോസ് മാത്രം എടുത്തു. അതിനുശേഷം തിരിച്ചിറങ്ങി നമ്മൾ ട്രെയിനിനാണ് തിരിച്ചോടിയത്. ട്രെയിൻ പോകുന്ന മുമ്പേ നമുക്ക് എത്തണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയിട്ട് വന്നാലും നേരെ വീട്ടിലെത്തിയില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല. നമ്മളെ നാടും വീടും ഒക്കെ കാണാതെ അങ്ങനെ പെട്ടെന്നൊരു ട്രെയിൻ പിടിച്ച് നേരെ വീട്ടിലെത്തി. അപ്പം ഇത്രയേ ഉള്ളൂ.